ഹലോ ഗൈസ് പോയി ഹലോ ഗൈസ് വെൽക്കം ടു മേധ അൺഫിൽറ്റഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ആര്യ, അവൾ കോർട്ടിലാണ്. അപ്പോൾ നട്ടുച്ചയാണ്, മുടിഞ്ഞ ചൂടാണ്. ഞാൻ മുടിയെല്ലാം കെട്ടി വെച്ചു, കാരണം അത്ര ചൂടായിട്ട് കഴിച്ചിടാനൊന്നും പറ്റില്ല. പിന്നെ ഒരു വെരി കംഫർട്ടബിൾ ആയ ഷോ ദ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് വെരി സിമ്പിൾ ഷോർട്ട് കുർത്തി വിത്ത് വൈറ്റ് ലെഗിൻസും ഒരു ജസ്റ്റ് സൈഡ് ബാക്ക് സാധനങ്ങളൊക്കെ. മുടി നേരത്തെ പറഞ്ഞ കെട്ടി വെച്ചു. ആൻഡ് ഇയറിങ് അഗെയിൻ 33 rupees. അപ്പോൾ ഒരു വെയിലാണ്, വീട്ടിലൊന്നും കുട ഉണ്ടായില്ല. അപ്പം പക്ഷെ നല്ല കാറ്റുണ്ട്. വേറെ ഷോൾ ഇങ്ങനെ കെട്ടിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോ കിട്ടുന്ന സ്ഥലം വരെ നമ്മൾ നടക്കണം. അപ്പോൾ നടക്കാല്ലാണ്ട് എന്ത് ചെയ്യാനാ അല്ലേ? സ്ഥലമൊക്കെ അടിപൊളിയാണ്, നടക്കാൻ പറ്റിയ സ്ഥലവും അത്യാവശ്യം നല്ല റോഡ്, തിരക്കൊന്നുമില്ല. ഈ റോഡ് നേരെ ക്രോസ് ചെയ്താൽ കണ്ടങ്ങാളി സ്കൂളിനടുത്തെത്തും. കണ്ടങ്ങാളി സ്കൂളിനടുത്തെത്തിയാൽ പിന്നെ സുഖമാണ്. പിന്നെ എങ്ങനെയെങ്കിലും ഓട്ടോ കിട്ടുമെന്ന് വിചാരിക്കാം, നോക്കാം. നടന്നിട്ട് എത്തുന്നില്ല, കുറേ നേരം പോലെ തോന്നുന്നു. എനിവേ നോക്കാം അല്ലേ. സൺഫ്ലവറിൻ്റെ ഡ്യൂപ്പ് ഫ്ലവർ. കണ്ടങ്ങാളി ശ്രീ പൂന്തുരത്തി ഊർപ്പഴശ്ശി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം. ഓ മൈ ഗോഡ്, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ റീഡിങ് ദാറ്റ്. കോട്ടെന്ന് പറയും. ഇവിടെ എപ്പോഴും തെയ്യമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. മാർച്ച് 1, 2 ആ ഡേറ്റുകളിൽ നല്ല ഭംഗിയില്ലേ. എൻ്റെ ഒച്ച ഒടിബിളാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഇവിടെ എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതാണ് കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോനെ കാത്തുക്കാം. ഞാനും ചേച്ചിയുണ്ട്, ആരൊക്കെ വരുന്നുണ്ട്. ഇതാണ് നിക്ക്. എന്നിട്ട് മാറ്റമുണ്ടോ റോസ് ഓർഡർ ചെയ്തിട്ട്? ABC ജ്യൂസ് കുടിക്കും രാവിലെ. നീ ആക്കി തരുവാണെങ്കിൽ ബ്രോ അരച്ചു വെക്കുക. എല്ലാ ദിവസവും 2 സ്പൂൺ എടുത്തിട്ട് അതിലിട്ടിട്ട് കലക്കിയിട്ട് കുടിക്കും, ചൂടുവെള്ളം ഒഴിച്ചിട്ട്. ബെറ്റർ ആവും. പിന്നെന്താന്ന് ബ്രേക്ക്ഔട്ടിന് വേറെ ചെയ്തെന്ന് എനിക്കറിയും, അറിയില്ല. പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്ന കുറച്ചാൽ മതി. പക്ഷെ ഞാനത് കുറക്കൂലല്ലോ. എന്നാ ജങ്ക് ഫുഡ് തിന്നു നീ? എല്ലാം എന്നാ പിന്നെ ഇപ്പൊ അതൊന്നും കാണിക്കൂല, അതൊന്നും പറയൂല. എത്തിയിട്ട് എന്താണോ തോന്നുന്നത് അത് തന്നെ. അതെ, അതൊക്കെ അത്ര ബിരിയാണി ഞാൻ എന്താ ഇത് വെച്ച് തായ് സ്റ്റൈൽ വുഡൻ സ്ക്യൂർ തവ ഗ്രിൽഡ് ചിക്കൻ വിത്ത് പീനട്ട് സോസ്. ആണോ? വേണ്ട. ഫ്രൈ വിങ്സ്, പ്രോൺസ്, തലശ്ശേരി ജ്യൂസി ബീഫ്. ലാസ്റ്റ് ഇത് വരാൻ പോകുന്ന ചിക്കൻ ബിരിയാണി. ബിരിയാണി ആക്ച്വലി നമുക്ക് ട്രൈ ചെയ്യാം. പറയുന്നുണ്ട് ഷാൻഡൈ ചിക്കൻ ആൻഡ് ചില്ലി ഓയിസ്റ്റർ സോസ്. ഇത് നോക്കായിരുന്നു. ഓയിസ്റ്റർ സോസ്, ചില്ലി ഓയിസ്റ്റർ സോസ്. നോർത്ത് ഇന്ത്യൻ എന്തോ അഫ്ഗാനി മുറുക്ക് മസാല. അതിനകത്ത് തിന്നാൻ മറ്റേ സാധനം വാങ്ങേണ്ടി വരും. വെജ് വേണ്ടല്ലോ. തന്തൂരിപ്പ് ഉണ്ടാവില്ലല്ലോ, ഈവനിങ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കണ്ട. ചിലപ്പോൾ ഉണ്ടാവില്ലേ, എനിക്കറിയില്ല. ഞാനിങ്ങനെ കളിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു ബിരിയാണി വാങ്ങണം. ഒരു ബിരിയാണി വാങ്ങാം. പിന്നെ അൽഫാം ഓവർ ആവരുത് ഫുഡ്. അന്ന് നമ്മൾ വാങ്ങിയിട്ട് ഓവറാക്കി. ശരിയാ. നമുക്ക് ഒരു ഇത് പറയാം. പിന്നെന്താ പറയുന്നത്, ഒരു ഫുൾ ബിരിയാണി പറയാം. പിന്നെ അൽഫാം ഉണ്ടോ ചോദിക്കാം. അൽഫാം ക്വാർട്ടർ പറയണോ, ഹാഫ് പറയണോ? അൽഫാം പറയണോ അത് ഈ സാധനം പറയണോ? ഇനി ഇതെന്താ സാധനം? ഓയിസ്റ്റർ സോസ്. അത് എന്താണെന്നൊക്കെ അറിയില്ല. ഓയിസ്റ്റർ ചിക്കൻ ആൻഡ് ചില്ലി ഓയിസ്റ്റർ സോസ്. എന്താ പറയാം, ഒരു വ്യത്യാസമില്ലേ? ഓ അത് തന്നെ അറിയുന്നോണ്ട് കുഴപ്പമില്ല. അത് ചൈനീസാണ്. എന്നാ പറ, ഏത് പറയണ്ടേ? ചിക്കൻ ആൻഡ് ചില്ലി ഓയിസ്റ്റർ സോസ്. കൂടെ കഴിക്കാൻ വേണ്ടേ? അതും ബിരിയാണിയും വേണം. അത് ബിരിയാണി. അത് നാനുണ്ടോ? നാനുണ്ട്. എത്ര നാൻ പറയണം? 2 പറയാം, എന്നിട്ട് നോക്കിയിട്ട് പിന്നെ പറയാം. സാലഡ്
യൂണിഫോം അല്ലേ, യൂണിഫോം കൈമാറി. കൊള്ളാല്ലേ സെറ്റപ്പ്. ഫുഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് അഭിപ്രായം നിന്റെ? നല്ലുണ്ട്, കാണാൻ നല്ല ബിരിയാണി ഇഷ്ടപ്പെട്ടു കാണാൻ. പക്ഷെ ക്വാണ്ടിറ്റി കുറവല്ലേ? ആ എന്തായാലും കഴിച്ചു നോക്കിട്ട് പറയാം അല്ലേ. ഇതാണ് സ്മൂച്ചോ പയ്യന്നൂർ. അയ്യോ, ഇത് പയ്യന്നൂർ മാത്രമല്ല, ഫ്രാഞ്ചൈസിയാണ്. ഭയങ്കര നൈസാണ് ഇവരെ. അല്ല, ആര്യ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫുഡ് എങ്ങനെ? ഫുഡ് സൂപ്പർ. 5 out of 5. 5 out of 5 ഉണ്ട്. ഞാൻ 4 out of 5. കാരണം എനിക്ക് ക്വാണ്ടിറ്റി ഇച്ചിരി തോന്നിനി. ബിരിയാണിന്റെ ടേസ്റ്റ് 5 out of 5. ക്വാണ്ടിറ്റി കുറവ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്തായിരുന്നു ചിക്കൻ ഒന്നും തോന്നിയില്ല. എനിക്ക് തോന്നില്ല. എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഫുള്ള് തോന്നി. ചെറിയുള്ളിയാണ് മെയിൻ. ഓയിസ്റ്ററിനൊന്നും എനിക്ക് തോന്നിയില്ല. ഒന്നിനും ഇച്ചിരി ചിക്കന്റെ പീസും ലേശം 2 പീസും കൂടി ഇടായിരുന്നല്ലേ. ബിരിയാണി ഓക്കെ, പെർഫെക്റ്റ്. പിന്നെ നാനും പ്രശ്നമില്ല. സ്മൂച്ചും അടിപൊളി. ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. ബോംബുണ്ടായിക്കോലെ ഇപ്പം ഉണ്ടായിക്കോലെ നോക്കി. വലിയ കുഴപ്പമില്ല, വലിയ ചൂടൊന്നുമില്ല. എന്നാലും ഫുഡ് ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ നേരത്തെ അവരെ സർവീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായില്ല. അത്യാവശ്യം നല്ല സർവീസാണ് അവരെ. അതായത് നമ്മൾ ഫുഡ് ഓർഡർ വെച്ച് ഒരുപാട് വൈകിയിട്ടില്ല ഫുഡ് വരാൻ. പിന്നെ ദേ വർ മേക്കിംഗ് ഷുവർ നമുക്കിനി എന്തെങ്കിലും വേണം. അങ്ങനെ ഭയങ്കര നൈസ്. എന്നാൽ ഭയങ്കര നമ്മളിപ്പം ചില സ്ഥലത്തുണ്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേണം മാം എന്തെങ്കിലും വേണം. ആ ഒരു സ്കീമും അല്ല. കറക്റ്റ് എക്സാക്ട് ടൈമിന് എന്താ വേണ്ടത് അങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ സ്മൂച്ചോ ആസ് ഓൾവേസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഇങ്ങനെ കാണാൻ പോകുക ഇടയ്ക്ക്. അവരോട് കുറേ ഫുഡെല്ലാം കഴിക്കുക, കുറേ ഗോസിപ്പെല്ലാം പറഞ്ഞ് ഇരുന്ന് ചിരിക്കുക. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എന്നെ പോലെ കിടന്നുറങ്ങുക. ഓക്കെ ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ.